പ്ലെന്റി ആപ്പ് തുടങ്ങിയ സമയത്ത് ആളുകളിലേക്കൊക്കെ ഇത് എത്തുന്നതേ ഉണ്ടാവും. ഈ ഒരു ആശയത്തെ പറ്റി ആളുകൾക്കൊന്നും അറിവുണ്ടാവില്ല. അപ്പൊ ഇതിന് നിങ്ങൾ എങ്ങനെയാണ് ഒരു പബ്ലിസിറ്റി കൊടുത്തത്? ഒരു ആളുകളിലേക്ക് ഇത് എത്തിച്ചത് എങ്ങനെയായിരുന്നു? ഫസ്റ്റ് തുടക്കം ആക്ച്വലി കോമഡി ആയിരുന്നു. കാരണം ഞങ്ങളുടെ കയ്യിൽ കടകൾ വന്നു, കുറച്ച് കടകൾ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ കുറച്ച് കടകൾ വന്നു. അവര് ഫുഡ് ഇടാനും തുടങ്ങി ഓൺ എ ഡെയിലി ബേസിസ്. പക്ഷെ കോമഡി എന്താ വെച്ചാൽ ഞങ്ങൾക്ക് കസ്റ്റമേഴ്സ് ഇല്ലായിരുന്നു. അപ്പൊ തുടക്കത്തിൽ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഫാമിലി, റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെയാണ് ഞങ്ങൾ ആക്ച്വലി സപ്പോർട്ട് ചെയ്തത്. ഞങ്ങൾ ഓരോ ദിവസം അവരെ വിളിച്ചു പറയും, എടാ ഞങ്ങൾക്ക് വേണ്ടി ഇതൊന്ന് ഓർഡർ ചെയ്യോ, ഞങ്ങൾ പൈസ അയച്ചു തരാം, നിങ്ങളൊന്ന് ജസ്റ്റ് പോയി പിക്കപ്പ് ചെയ്യാമോ എന്നൊക്കെ പറഞ്ഞു തന്നെ. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ആദ്യം ഒരു 2 to 3 weeks ഞങ്ങൾ ഇതായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാവരുടെ അടുത്തും പറയാ, വാട്സാപ്പിൽ സ്റ്റാറ്റസ് ആക്കുക, എല്ലാവർക്കും അയച്ചു കൊടുക്കുക. മാക്സിമം അപ്പൊ ഫ്രണ്ട്സ് ക്ലോസ് സർക്കിളിലായിരുന്നു ആക്ച്വലി. അവരാണ് കൂടുതലും സ്റ്റാർട്ടിങ് സമയത്ത് ഞങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. അതിനുശേഷം ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ ഇത് കുറച്ചുകൂടെ പ്രോപ്പർ ആയിട്ട് മാർക്കറ്റ് ചെയ്താലേ ആളുകളിലേക്ക് എത്തത്തുള്ളൂ എന്നുള്ളത്. അപ്പോ അതിനുശേഷം ഞങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ കുറച്ച് ഇൻഫ്ലുവൻസേഴ്സിനോട് റീച്ച് ഔട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു ഹരികൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു ചേട്ടനെ ആക്ച്വലി റീച്ച് ഔട്ട് ചെയ്തു. പുള്ളി ഒരു ചെറിയ വീഡിയോ ആക്ച്വലി പബ്ലിഷ് ചെയ്തായിരുന്നു. അതിന്ന് തന്നെ ഞങ്ങൾക്ക് ഏകദേശം ഒരു 1.2 മില്യൺ വ്യൂസ് കിട്ടി. ആ ഒരു വീഡിയോന്ന് മാത്രം ഞങ്ങൾക്ക് ഒരു 30-40 പേര് ആക്ച്വലി ആപ്പ് ഡൗൺലോഡ് ചെയ്തു. പിന്നെ നേരെ തിരിച്ചായി പ്രശ്നം. ആക്ച്വലി ആൾക്കാർ കൂടി, പിന്നെ കൊടുക്കാൻ സാധനമില്ല, കടകൾ കുറവായിരുന്നു. പിന്നെ ഞങ്ങൾ കൂടുതൽ കടകൾ ഓൺബോർഡ് ചെയ്യുന്ന നെറ്റ്വർക്കത്തിലായിരുന്നു. അപ്പൊ ഈ സൈക്കിൾ തന്നെ ഇപ്പൊ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു സൈഡിൽ നിന്ന് ഡിമാൻഡ് കൂടും, ഒരു സൈഡിൽ നിന്ന് സപ്ലൈ കൂടും. അപ്പൊ അതിന്റെ ഇടയിലുള്ള ഒരു പ്രോപ്പർ ബാലൻസ് കണ്ടുപിടിക്കാനാണ് ഞങ്ങൾ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ബട്ട് നല്ല രീതിയിലാണ് എല്ലാവരും ഞങ്ങളിപ്പോ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾക്ക് ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നു. ഈ എക്സ്ട്രാ ഫുഡ് എന്ന് പറയുമ്പോൾ ആളുകളുടെ മനസ്സിൽ വേസ്റ്റ് വേസ്റ്റ് ഫുഡാണ്, അല്ലെങ്കിൽ ആരെങ്കിലും കഴിച്ച മിച്ചം വെച്ച ഭക്ഷണമാണ് എന്നൊരു കമ്മ്യൂണിക്കേഷൻ പോകുന്നുള്ള ഒരു ഭയം ഉണ്ടായിരുന്നു. പക്ഷെ ഇല്ല, ഞങ്ങൾക്കും പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി, ആളുകളും അതേ സെൻസിൽ തന്നെ എടുത്തു എന്നുള്ളതാണ് ആ ഒരു ആപ്പ് ഇത്രയും ആളുകളിലേക്ക് എത്താനുള്ള ഒരു മേജർ കാരണം. നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ പറഞ്ഞതുപോലെ ഇപ്പോൾ കട കണ്ടുപിടിക്കാനാണ് ബുദ്ധിമുട്ട്, ഹോട്ടൽ കണ്ടുപിടിക്കാനാണ് ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞില്ലേ? ഈ